നിങ്ങൾക്കറിയാം കൊച്ചി മെട്രോ വളരെ വികസനത്തിന്റെ പാതയിലാണ്. കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറ ടെർമിനൽ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിനെ സമർപ്പിക്കുകയാണ്. ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം നടക്കുക. മെട്രോ ഒന്നാം ഘട്ടത്തിന്റെ അവസാന സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറയിൽ ഒരുങ്ങിയിരിക്കുന്നത്. പ്രൗഢഗംഭീരമായി സജ്ജീകരിച്ചിട്ടുണ്ട്. കൊച്ചി നഗരത്തിന്റെ വീർപ്പുമുട്ടൽ അവസാനിപ്പിക്കാനും അതേപോലെ ജനത്തിരക്ക് കുറയ്ക്കുവാനും വേണ്ടി നടത്തുന്ന മെട്രോ വിജയത്തിലേക്ക് കുതിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുന്നത്. ഇപ്പോൾ തൃപ്പൂണിത്തുറ ടെർമിനലിൽ നിന്ന് ശ്യാംകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിലെ ഉദ്ഘാടനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം റെഡിയായോ? എങ്ങനെയാണ് ഉദ്ഘാടനം? മുഖ്യമന്ത്രിയും ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. അദ്ദേഹം ഓൺലൈനായിട്ടാണോ പങ്കെടുക്കുക? ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ആണ് നമ്മുടെ കൊച്ചി മെട്രോയുടെ 25ാമത് സ്റ്റേഷൻ. അത് രാജനഗരിയിലെ ഉള്ള തൃപ്പൂണിത്തുറ സ്റ്റേഷനാണ്. അങ്ങോട്ട് ഇപ്പോൾ ഈ ഗംഗയും യമുനയും, ഈ രണ്ട് മെട്രോ ട്രെയിനുകളുടെ പേരതാണ്. ആ രണ്ട് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി സർവീസ് ആരംഭിക്കും. അതിനുവേണ്ടി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ ട്രെയിനുകൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഓൺലൈനായി ഈ ചടങ്ങുകൾ ആരംഭിക്കും. കൊൽക്കത്ത മെട്രോയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാകും നമ്മുടെ കൊച്ചി മെട്രോയുടെ 25ാമത്തെ സ്റ്റേഷൻ, കൊച്ചിയുടെ അഭിമാനമായി മാറുന്ന സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ആദ്യ യാത്രയ്ക്ക് എത്തിയിരിക്കുന്നത് സ്പെഷ്യൽ സ്കൂളിലെ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ യാത്രയ്ക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ മെട്രോയിൽ യാത്ര തുടങ്ങാനായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചോദിച്ചു, എത്രത്തോളം സന്തോഷമുണ്ട് നമ്മുടെ ഈ കൊച്ചി മെട്രോയുടെ 25ാം സ്റ്റേഷനിൽ നിന്നുള്ള യാത്ര? ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒരു പുതിയ അനുഭവമാണ്. ഇത് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ് എല്ലാവരും യാത്ര ചെയ്യാനായിട്ട്. ഒത്തിരി ഒരുപാട് പ്രത്യേകതയുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞുമക്കൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഏതായാലും അവരൊക്കെ ഇങ്ങനെ യാത്രയ്ക്ക് റെഡിയായിട്ടിരിക്കുകയാണ്. 10 മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി കൊച്ചി മെട്രോയുടെ 25ാമത്തെ സ്റ്റേഷൻ, അത് ആലുവയിൽ തുടങ്ങി രാജനഗരിയായ തൃപ്പൂണിത്തുറയിലേക്ക് എത്തുന്ന ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കൊച്ചി ആകെ. SKN പറഞ്ഞ പോലെ തന്നെ കൊച്ചിയുടെ വലിയ ഒരു ഗതാഗത വീർപ്പുമുട്ടൽ ഇല്ലാതാകുന്ന ഒരു യാത്രയ്ക്ക് കൂടിയാണ് ഇന്ന് ശുഭാരംഭം കുറിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ തൊട്ടടുത്ത് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനുണ്ട്. തൊട്ടടുത്ത് തന്നെ വാട്ടർ മെട്രോ ഇങ്ങോട്ട് കണക്ട് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങുമെന്ന് കൊച്ചി മെട്രോയുടെ MD ലോക്നാഥ് ബെഹ്റ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രതീക്ഷകളോടെ കൊച്ചി മെട്രോ വളരുകയാണ്. അതിന്റെ 25ാമത്തെ സ്റ്റേഷൻ ഏകദേശം 7000 കോടി രൂപയിലേറെയാണ് 25 സ്റ്റേഷനുകളുടെ ആദ്യഘട്ടത്തിന് വേണ്ടി നമ്മൾ ഇതുവരെ മുടക്കിയിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ഗതാഗത രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് ഇടയാക്കും. ഏതായാലും ഈ യാത്രക്കാരുടെ മുഖങ്ങളിലൊക്കെ സന്തോഷമാണ്, എല്ലാ മുഖങ്ങളിലും സന്തോഷമാണ്. 10 മണിയോടുകൂടി പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കൊച്ചി മെട്രോ വീണ്ടും വളരുകയാണ്. അത് മെട്രോ അടുത്ത ഘട്ടത്തിലേക്ക് തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. SKN ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കാക്കനാട് ഉൾപ്പെടെയുള്ള വ്യവസായ മേഖലയിലേക്ക് കൂടി പോവുകയാണ്. ഏതായാലും ഈ യാത്രക്കാർ എല്ലാവരും തയ്യാറാണ്. 10 മണിയോടുകൂടി നമുക്ക് ഇവിടെ നിന്നുള്ള ശുഭയാത്രയ്ക്ക് തുടക്കം കുറിക്കാനാകും. പ്രധാനമന്ത്രിയാണ് ആ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അതോടുകൂടി കൊച്ചി മെട്രോ രാജനഗരിയിലേക്കുള്ള അതിന്റെ സർവീസ് ഇന്ന് തന്നെ ആരംഭിക്കും. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. തൃപ്പൂണിത്തുറയിലെ മെട്രോ ട്രെയിനിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് ശ്യാംകുമാറാണ്. പ്രിയപ്പെട്ടവരെ, അല്പസമയത്തിനകം ഓൺലൈനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കുകയാണ്. എല്ലാ ആശംസകളും മെട്രോയ്ക്ക്. കൊച്ചി മെട്രോ നമ്മുടെ കൊച്ചിയുടെ ഏറ്റവും വലിയ മുഖമായി മാറട്ടെ എന്നാണ് നമ്മുടെ ആശംസ.